أعوذ بالله من الشيطان الرجيم ولئن شئنا لنذهبن بالذي أوحينا إليك ثم لا تجد لك به علينا وكيلا إلا رحمة من ربك إن فضله كان عليك كبيرا قل لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. സൂറത്തുൽ ഇസ്രാ 86 മുതൽ 88 വരെയുള്ള ആയത്തുകളാണ്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് അവതീർണമായ ഈ സന്ദേശങ്ങളൊക്കെ എടുത്തു കളയുമായിരുന്നു. പിന്നെ നമുക്കെതിരിൽ അതൊക്കെ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രക്ഷകനെയും നീ കണ്ടെത്തുകയില്ല. നിനക്ക് ലഭിച്ചതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് നിന്റെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അവൻ നിനക്ക് ചെയ്ത ഔദാര്യമൊക്കെ വളരെ വലുതാണ്. അവരോട് പറയുക, മനുഷ്യ ജിന്ന് വർഗങ്ങൾ ഒന്നായി ശ്രമിച്ചാൽ പോലും ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. അവർ പരസ്പരം സഹായികളായി വർത്തിച്ചാലും. ഈ വിശുദ്ധ ഖുർആൻ അന്ത്യപ്രവാചകനിലൂടെ ലോകസൃഷ്ടാവായ അള്ളാഹു അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായിട്ടാണ്. പക്ഷേ ജനങ്ങളതിന് മുഖവിലക്കെടുത്തിട്ടില്ലെങ്കിൽ, അവരതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് വേണമെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വം പിൻവലിച്ച് ജനഹൃദയങ്ങളിൽ നിന്നൊക്കെ അതിനെ മായ്ച്ച് കളഞ്ഞ് മുൻ വേദഗ്രന്ഥങ്ങളൊക്കെ നിഷ്ഫലമാക്കിയതുപോലെ ഈ ഖുർആനെയും അങ്ങനെ ആക്കി തീർക്കുമായിരുന്നു. മനുഷ്യവംശത്തിനാകമാനം അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഫലമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതേപോലുള്ള ഒരു നിയമസംഹിത, ഒരു ജീവിത വ്യവസ്ഥ, സന്മാർഗദായകമായ ഒരു ഗ്രന്ഥം ഇവിടെയുള്ള ജിന്ന് മനുഷ്യവർഗങ്ങൾ ഒന്നായി ചേർന്ന് പരസ്പര സഹകരണത്തോടെ, സഹായത്തോടെ ഒന്നായി ചേർന്ന് പരിശ്രമിച്ചാലും അവർക്കത് രചിക്കുവാൻ കഴിയില്ല, കൊണ്ടുവരാൻ കഴിയില്ല. ഖുർആൻ പല പ്രാവശ്യം സത്യനിഷേധ പ്രകാരം വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്നേ വരെ ഒരാൾക്കും ഒരു ചെറിയൊരു അധ്യായം പോലും, ഖുർആനോട് കിടപിടിക്കുന്ന ഒരു ചെറിയൊരു അധ്യായം പോലും രചിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഖുർആനെ വിമർശിക്കുവാനും പരിഹസിക്കുവാനും അടച്ചാക്ഷേപിക്കുവാനും മാത്രമേ അവർക്ക് കഴിയൂ. ഖുർആൻ നന്നായി പഠിച്ച് മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക എന്നത് ഓരോ സത്യവിശ്വാസികളുടെയും കടമയാണ്. അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.